ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏലിയ സ്ലീബ മൂശ കാലത്തിൻ്റെ ആദ്യ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ രൂപാന്തരീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വചനഭാഗമാണ് പ്രധാനമായിട്ട് നമ്മൾ വിചിന്തനം ചെയ്യുക. ദൈവിക മഹത്വത്തിൻ്റെ തേജസ്സിൽ വിളങ്ങുന്ന ഈശോയെയാണ് ഇവിടെ നമ്മൾ കാണുക. ഇന്നത്തെ ആദ്യ വായന പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 28 മുതൽ 35 വരെയുള്ള വചനഭാഗത്ത് അവിടെ മോശയ്ക്ക് മലമുകളിലുണ്ടാകുന്ന ദൈവാനുഭവത്തെ പറ്റിയാണ് നമ്മൾ കാണുക. പ്രാർത്ഥിക്കുവാനായിട്ട് മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്ന മോശ ദൈവത്തിൻ്റെ കൽപ്പനകളുമായിട്ട് ജനത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. അവൻ ദൈവവുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് താഴേക്ക് ഇറങ്ങി വരിക. അങ്ങനെയുള്ള മോശയുടെ മുഖത്ത് ദൈവിക മഹത്വത്തിൻ്റെ വലിയൊരു ശോഭ നിലനിൽക്കുന്നതായിട്ട് അവിടെ വചനം പറയുന്നുണ്ട്. രണ്ടാമത്തെ വായന ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനഭാഗം. അവിടെ ദൈവത്തിൻ്റെ മഹിമ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വചനഭാഗമാണ് നമ്മൾ കാണുക. മൂന്നാമത്തെ വായന പൗലോസ് കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വചനഭാഗത്ത് അവിടെ സ്വർഗീയ ശരീരത്തെക്കുറിച്ചും ഭൗമിക ശരീരത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അവ തമ്മിലുള്ള തേജസ്സിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചും പറയുകയാണ്. ഭൗമിക ശരീരത്തിൻ്റെ തിളക്കം അല്ലെങ്കിൽ മാറ്റ് കുറഞ്ഞ രൂപത്തിൽ നിന്ന് ആ ഒരു രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം സ്വർഗീയ ശരീരത്തിൻ്റെ തിളക്കം കൂടിയ മാറ്റ് കൂടിയ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടേണ്ടവരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി പൗലോസ് അവിടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മരണത്തിലൂടെ ഉള്ള ഒരു രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്, രൂപമാറ്റലിനെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. എങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ രൂപാന്തരപ്പെടേണ്ടവരാണ് എന്നുകൂടി ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ള ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ വിവരണമാണ് നമ്മൾ വിചിന്തനം ചെയ്യുക. അവിടെ 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുക: 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ കർത്താവ് രൂപാന്തരപ്പെട്ടു. പിന്നീട് ആ രൂപാന്തരപ്പെടലിൻ്റെ വിശേഷണങ്ങളാണ് താഴെ വരുന്ന ഭാഗങ്ങളിൽ കാണുക. തീർച്ചയായിട്ടും വ്യക്തമായിട്ട് അവിടെ എന്ത് സംഭവിച്ചുവെന്ന് മർക്കോസ് പറയുന്നില്ല. എങ്കിലും നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്: കർത്താവ് മലമുകളിലേക്ക് പോകുന്നുവെങ്കിൽ അതിനൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലെ ട്രക്കിങ്ങിനോ ഫോട്ടോ എടുക്കാനോ കാഴ്ചകൾ കാണാനോ ഒന്നുമല്ല കർത്താവ് മലമുകളിലേക്ക് പോവുക, മറിച്ചത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു പ്രാർത്ഥനയുടെ അവസരത്തിലാണ് കർത്താവ് രൂപാന്തരപ്പെടുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കാരണം സുവിശേഷത്തിലെ പലയിടങ്ങളിൽ കർത്താവ് മലമുകളിലേക്ക് പോയി എന്ന് പറയുമ്പോഴൊക്കെ അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് അവൻ മലമുകളിലേക്ക് പോയി എന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയാണ് നമ്മളെയും രൂപാന്തരപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്: നമ്മുടെ പ്രാർത്ഥനകൾ അത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണോ അതോ ദൈവത്തെ രൂപാന്തരപ്പെടുത്താനുള്ള പ്രാർത്ഥനയാണോ എന്ന്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഏത് തരത്തിലുള്ളതാണ്? അത് ദൈവത്തിന് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ ആലോചനകൾക്കും തീരുമാനങ്ങൾക്കും ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനകൾ പലതും. അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾക്ക് മാറ്റം വരുത്തണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ നമ്മൾക്ക് തന്നെ ഒരു മാറ്റം വരുത്തുവാനായിട്ടുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്നുകൂടി ഈ വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ആഴമായ ദൈവാനുഭവത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റവും ഒരു രൂപാന്തരീകരണവും ഒക്കെ ഉണ്ടാകും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ അതാണ് കാണുക. മോശ അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിലേക്ക് പോയി. അവൻ്റെ മുഖത്തുണ്ടായ ഒരു അലൗകികമായ വലിയൊരു പ്രകാശം. നമ്മൾ വിശുദ്ധരുടെ ചിത്രങ്ങൾ ഒക്കെ കാണുമ്പോൾ അവർക്ക് ചുറ്റും ഒരു പ്രകാശത്തിൻ്റെ വലയമുള്ളതായിട്ട് കൂടി നമ്മൾ കാണുന്നുണ്ട്. അതങ്ങനെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ കാരണവും അവർ ആ ഒരു രൂപാന്തരപ്പെട്ട ദൈവിക പ്രകാശത്തിലേക്ക് കടന്നു വന്നവരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താണ് ഈ ഒരു സംഭവത്തിൻ്റെ പ്രാധാന്യം?
തീർച്ചയായിട്ടും ഈ രൂപാന്തരീകരണം ഈശോയെ സംബന്ധിച്ച് വളരെ നിർണായകമായ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നീ ക്രിസ്തുവാണ് എന്ന പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. അപ്പോൾ യേശു ക്രിസ്തുവാണ്, അല്ലെങ്കിൽ മിശിഹായാണ്, രക്ഷകൻ ആണ് എന്ന് പത്രോസ് അവിടെ പ്രഖ്യാപിക്കുന്നു. അതിന് ഒരു തരത്തിലുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് ഈ ഒരു രൂപാന്തരീകരണ സംഭവത്തിൽ നമ്മൾ കാണേണ്ടത്. വീണ്ടും അതേ തുടർന്ന് വരുന്ന വചനഭാഗത്ത് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 31 മുതലുള്ള ഭാഗത്ത് നമ്മൾ കാണുക പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും പറ്റിയുള്ള ഈശോയുടെ 1-ാമത്തെ പ്രവചനമാണ്. അപ്പോൾ ഈശോയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. കാരണം അവിടെ നമ്മൾ കാണുക മോശയെയും ഏലിയായെയും ഈശോ കണ്ടു എന്നുള്ളതാണ്. മോശ ആരാണെന്ന് നമുക്കറിയാം. മോശ ഇസ്രായേലിന് നിയമങ്ങൾ നൽകിയവനാണ്, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നത് പോലെ. അപ്പോൾ മോശ ഇസ്രായേലിന് നിയമങ്ങൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ നൽകിയ വ്യക്തിയാണ് മോശ. ഏലിയ ഇസ്രായേലിൻ്റെ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും വലിയതുമായിട്ടുള്ള പ്രവാചകനാണ്. ഔദ്യോഗികമായിട്ടുള്ള ആദ്യത്തെ പ്രവാചകനും ഒപ്പം ഏറ്റവും വലിയ പ്രവാചകനുമാണ് ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഏലിയ. അപ്പോൾ ഈശോ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വലിയ ദൗത്യം ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഇതിന് തൊട്ട് മുമ്പുള്ള വചനഭാഗത്ത് ഈശോ ഏറ്റെടുക്കാൻ പോകുന്ന പീഡാനുഭവത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ ഈശോ ഏറ്റെടുക്കാൻ പോകുന്ന ഈ ഒരു വലിയ ദൗത്യത്തിന് ഒരു പിന്തുണ നൽകുന്നവരായിട്ടാണ് മോശയെയും ഏലിയായെയും ഇവിടെ നമ്മൾ കാണുക. കാരണം ലൂക്കാ സുവിശേഷകൻ്റെ ഇതേപ്പറ്റിയുള്ള വിവരണത്തിൽ, ലൂക്കായുടെ സുവിശേഷൻ 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക, അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. അപ്പോൾ മർക്കോസ് പറയാതെ വെച്ച ഒരു കാര്യം ലൂക്ക ഇവിടെ പറയുന്നുണ്ട്. അതായത് മോശയും ഏലിയായും ഈശോയോട് സംസാരിച്ചു. എന്തിനെ പറ്റിയാണ്? അടുത്തു തന്നെ അവൻ പൂർത്തിയാക്കേണ്ട കടന്നുപോകലിനെക്കുറിച്ച്. അപ്പോൾ ഈശോ ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ച് തന്നെയാണ് മോശയും ഏലിയായും അവനോട് സംസാരിച്ചത്. അപ്പോൾ ഈശോയെ സംബന്ധിച്ച് താൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ ഒരു വലിയ ദൗത്യത്തിന് തൻ്റെ 2 പ്രധാനപ്പെട്ട മുൻഗാമികൾ അവരൊരു അപ്രൂവൽ, അല്ലെങ്കിൽ അവരതിനൊരു പിന്തുണ നൽകുന്നതായിട്ട് ഇവിടെ ഇതിനെ നമുക്ക് കാണാം. രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഈ രൂപാന്തരീകരണ സംഭവത്തിൽ അവിടെ ദൈവം തന്നെ സംസാരിക്കുന്നുണ്ട്. പിതാവായ ദൈവം സംസാരിക്കുന്നുണ്ട്. എന്താണ്? ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യത്തിന് പിതാവിൻ്റെ ഒരു അപ്രൂവൽ, പിതാവിൻ്റെ ഒരു ഹിതം കൂടി അവിടെ വെളിപ്പെടുത്തുകയാണ്. പിതാവ് എന്താണ് പറയുക? ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനായിട്ട് മാറിയത്? കാരണം എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇവൻ കുരിശെടുത്ത് മരിക്കുവാനായിട്ട് തയ്യാറായി. അതുകൊണ്ട് വ്യക്തമായിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനായിട്ട് മാറുന്നു എന്നുകൂടി പിതാവ് അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയെ സംബന്ധിച്ച് താൻ ഏറ്റെടുത്ത ഈ ഒരു തീരുമാനം, താൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ ഒരു വലിയ ദൗത്യം, അത് ശരിയാണ് എന്ന സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ആ മലയിൽ നടന്നത്. കാരണം പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണ് ഈശോ അവിടെ പൂർത്തീകരിക്കുക. മോശയും ഏലിയായും ഒക്കെ സ്വപ്നം കണ്ട, കാലങ്ങളോളം അവർ വേദനയോടെ കാത്തിരുന്ന അവരുടെ പ്രതീക്ഷയുടെ ഒരു പൂർത്തീകരണം കൂടിയാണ് ഈശോ ഇവിടെ നടത്തുക. അതുകൊണ്ട് തന്നെ ഈശോയെ സംബന്ധിച്ച് ഈ സംഭവം വളരെ നിർണായകമാണ്. ഇനി ഈശോയ്ക്ക് മാത്രമല്ല, ശിഷ്യന്മാരെ സംബന്ധിച്ചും ഈ ഒരു സംഭവം നിർണായകമാണ്. കാരണം ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് അവിടുത്തെ മാറ്റി നിർത്തി തടസ്സം പറയുന്നതായിട്ട് 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് നീ മിശിഹായാണ്, ക്രിസ്തുവാണ് എന്നൊക്കെ പറയുന്ന പത്രോസാണ് ഇവിടെ തടസ്സം പറയുന്നതായിട്ട് നമ്മൾ കാണുക. കാരണം മിശിഹ എങ്ങനെ മരിക്കും? മിശിഹ എന്ന അവരുടെ സ്വപ്നത്തിന്, പ്രതീക്ഷയ്ക്ക് ഒക്കെ അതിനെ തകിടം മറിക്കുന്ന, അതിനെ തച്ചുടയ്ക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈശോ പറഞ്ഞത് താൻ ഏറ്റെടുക്കേണ്ട പീഡകളെക്കുറിച്ച്. അപ്പോൾ അവരുടെ ആ ഒരു മിശിഹായെക്കുറിച്ചുള്ള സ്വപ്നം അവിടെ തകരുമ്പോൾ കൊണ്ടാണ് പത്രോസ് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുക. ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ, 9-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പിതാവ് എന്താണ് പറയുക? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. തുടർന്ന് പറയുന്നു,
ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്നുള്ള പിതാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് അവിടെ കാണുക. ഇവൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവന് പിന്തുണയായിട്ട് ഇവൻ്റെ ഒപ്പം ഉണ്ടാകണം എന്ന് ശിഷ്യർക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അവിടെ കാണുക. ഇനി ഇതുവഴിയായിട്ട് എന്താണ് സംഭവിക്കുക? ഈ ശിഷ്യന്മാർ ഈശോയുടെ സാക്ഷികളാണ്, ഈ സംഭവത്തിൻ്റെ സാക്ഷികളാണ്. ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കാര്യം കാണുന്ന വ്യക്തി, പിന്നീട് അതേപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്ന പറയുന്ന വ്യക്തി, അതാണ് ഒരു സാക്ഷി. അപ്പോൾ ഈശോയുടെ മഹത്വത്തിനും ദൈവികത്വത്തിനുമൊക്കെ ഇവർ സാക്ഷികളായിട്ട് മാറുന്നു. അതവരവിടെ കാണുന്നു, പിന്നീട് അതേപ്പറ്റി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഈശോ വ്യക്തമായിട്ട് അവരോട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്: നിങ്ങൾ ഈ നടന്നതിനെപ്പറ്റി ഒന്നും വേറെ ആരോടും പറയരുത്. കാരണം തൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം മാത്രമേ ഇത് വെളിപ്പെടുത്താവൂ എന്ന കാര്യം കൂടി ഈശോ അവരോട് പറയുന്നുണ്ട്. ഇനി ഈ മലമുകളിൽ നടക്കുന്ന അത്ഭുത കാഴ്ചകളൊക്കെ കാണുന്ന പത്രോസ് എന്താണ് പറയുന്നത്? അവിടെ 5-6 വാക്യങ്ങളിൽ ഇപ്രകാരമുണ്ട്. പത്രോസ് പറയുന്നു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. 6-ാം വാക്യം പറയുന്നു, എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു, അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ പത്രോസ് ഇത് പറയാനായിട്ടുള്ള കാരണം എന്താണ്? അവൻ എന്ത് പറയണമെന്ന് വ്യക്തതയില്ലായിരുന്നു, അറിവില്ലായിരുന്നു എന്നത് തന്നെയാണ്. പല അത്ഭുതങ്ങളും ഇങ്ങനെയാണ്, പല അത്ഭുത കാഴ്ചകളും ഇങ്ങനെയാണ്. അതിൽ തന്നെ മുഴുകുവാനായിട്ട് അത് നമ്മളെ പ്രചോദിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്ഭുത കാഴ്ചകളുടെ ഓർമ്മകൾ മറഞ്ഞു പോകും, മാഞ്ഞു പോകും. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ ശ്രദ്ധിക്കുക, ആ വചനത്തെ ശ്രവിക്കുക എന്നുള്ളതാണ് പിതാവ് അവർക്ക് നൽകുന്ന നിർദ്ദേശം. ഇന്നും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തെ ശ്രവിക്കുന്നതിനേക്കാളും പലയിടങ്ങളിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ കാഴ്ചകളിലാണ് നമ്മുടെ കണ്ണുകൾ ഉടക്കുന്നത്. ധ്യാന കേന്ദ്രങ്ങളിലും തീർത്ഥാടന സ്ഥലങ്ങളിലും തിരുനാളുകളിലുമൊക്കെ നമുക്കിങ്ങനെയുള്ള അത്ഭുത കാഴ്ചകളുടെ മാത്രം ഇടമായിട്ട് മാറാറുണ്ട്. വചനം കേൾക്കാനും വചനമനുസരിക്കാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനുമുള്ള താല്പര്യം നമ്മളിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ്. ഇനി ഈ സംഭവത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു എന്നുള്ളതാണ്. ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മേഘം അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ഒക്കെ അടയാളമാണ്. ഇന്നത്തെ ആദ്യ 2 വായനകളിൽ നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ മിശിഹ വരുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ മേഘം വീണ്ടും ജെറുസലേം ദേവാലയത്തെ പൊതിയും എന്ന ഒരു പ്രതീക്ഷ കൂടി അവർക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇവിടെയുള്ള ഈ മേഘത്തെക്കുറിച്ചുള്ള വിവരണത്തെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. ഇനി ഈശോ തന്നെയാണ് മിശിഹ എന്നതിനെ ഉറപ്പിക്കുവാനായിട്ട് വേണ്ട മറ്റൊരു കാര്യം, അത് ഏലിയായുടെ 2ാമത്തെ വരവാണ്. അതുകൊണ്ടാണ് ഇവിടെ ശിഷ്യന്മാർ ഈ വചനഭാഗത്തിൻ്റെ അവസാനത്തിലായിട്ട് ചോദിക്കുന്നുണ്ട്, മിശിഹ വരുന്നതിന് മുമ്പ് ഉള്ള ഏലിയായുടെ വരവിനെക്കുറിച്ചൊക്കെ, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. മിശിഹ വരുന്നതിന് മുമ്പ് ഏലിയ തിരികെ വരുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. എന്നാൽ 2ാമത്തെ ഏലിയ ആയിട്ട് മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനായിട്ട് വന്ന യോഹന്നാനെ അവർ തിരിച്ചറിയാതിരുന്നതാണ് അവരുടെ പരാജയം എന്നതിനെക്കുറിച്ച് ആണ് ഈശോ ഇവിടെ പറയുക. അതിനെ ഈശോ അല്പം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിനുമായിട്ടുള്ള ചില സന്ദേശങ്ങൾ കൂടി ഈ വചനഭാഗം നമുക്കായിട്ട് നൽകുന്നുണ്ട്. നമ്മളെല്ലാവരും രൂപാന്തരപ്പെടേണ്ടവരാണ്. അത് മരണത്തിലൂടെ ഉള്ള ഒരു രൂപാന്തരീകരണത്തിനും അപ്പുറമായിട്ട് ഈ ജീവിതത്തിൽ തന്നെ ഒരു രൂപാന്തരം നമുക്കൊക്കെ ആവശ്യമുണ്ട്. എൻ്റെ സ്വഭാവത്തിന്, എൻ്റെ ആശയങ്ങൾക്ക്, എൻ്റെ ഇഷ്ടങ്ങൾക്ക്, എൻ്റെ പെരുമാറ്റങ്ങൾക്കും ഇടപെടലുകൾക്കും ഒക്കെ ഒരു രൂപാന്തരീകരണം ആവശ്യമുണ്ട്. മഹിമ കുറഞ്ഞതും ഈ ലോകത്തിൻ്റേതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മഹിമയുള്ളതും സ്വർഗീയമായതിലേക്കുമുള്ള ഒരു രൂപാന്തരപ്പെടൽ എൻ്റെ ജീവിതത്തിന് ആവശ്യമുണ്ട്. ഇനി രൂപപ്പെടുത്തലുകളും രൂപാന്തരവുമൊക്കെ സംഭവിക്കേണ്ടത് പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ആണ്. വിവാഹത്തിലൂടെ 2 വ്യക്തികൾ ഒരു കുടുംബമായിട്ട് അതിനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. ഒരു നല്ല ഭാര്യയായിട്ടും നല്ല ഭർത്താവായിട്ടും നല്ല മകനായിട്ടും നല്ല മകളായിട്ടും
നല്ല ഒരു അപ്പനായിട്ടും അമ്മയായിട്ടും അയൽക്കാരനായിട്ടും ഒക്കെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരപ്പെടൽ സംഭവിക്കേണ്ടത് അത് പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസ ജീവിതത്തിലെ അത്ഭുത കാഴ്ചകളിൽ കണ്ണുടക്കാതെ കർത്താവിൻ്റെ വചനം ശ്രവിച്ചും പ്രാർത്ഥനയിൽ അടിസ്ഥാനമിട്ടും കൊണ്ട് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി മിശിഹായുടെ സാക്ഷികളായിട്ട് നമ്മളെ മാറുവാനായിട്ട് ഈ ഏലിയാ സ്ലീവാ മൂശ കാലത്തിലെ ആദ്യ ഞായറാഴ്ച നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.